സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേന് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? നാവിക കലാപത്തെയാണ് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത്. നാവിക കലാപം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ്. ചാലിയാർ. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് AK ഗോപാലൻ അറസ്റ്റിലായ വർഷം? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് AK ഗോപാലൻ അറസ്റ്റിലായ വർഷം 1932 ആണ്. 1932 ജനുവരി 4 AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. 1932 ജനുവരി 4. സുകുമാർ അഴീക്കോടിന്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? സുകുമാർ അഴീക്കോടിന്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. സ്മൃതി മന്ദാന ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്മൃതി മന്ദാന ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. 20 ഹെർട്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത്? 20 ഹെർട്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് ശബ്ദം, ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ്. 20 ഹെർട്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത്? 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ്. അൾട്രാസോണിക്. VT ഭട്ടതിരിപ്പാട് ജനിച്ച സ്ഥലം ഏത് ജില്ലയിലാണ്? VT ഭട്ടതിരിപ്പാട് ജനിച്ചത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂരാണ്. VT ഭട്ടതിരിപ്പാട് ജനിച്ച സ്ഥലം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലെ കിടങ്ങൂർ എന്ന സ്ഥലത്താണ് VT ഭട്ടതിരിപ്പാട് ജനിച്ചത്. ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്? ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ഗിൽബർട്ട് ആണ്. വില്യം ഗിൽബർട്ട് ആണ് ഇലക്ട്രിസിറ്റി എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് അരുണ രക്താണുക്കളുടെ പ്രതലത്തിലാണ്. രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? അരുണ രക്താണുക്കളുടെ പ്രതലത്തിലാണ് രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത്. അരുണ രക്താണുക്കളുടെ പ്രതലത്തിൽ. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ അധികാരം ആർക്കാണ്? സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ അധികാരമുള്ളത് പാർലമെന്റ് ആണ്. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ചീഫ് എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണം? പ്രശസ്ത കവയിത്രി സുഗതകുമാരി ചീഫ് എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? തളിര് എന്ന പ്രസിദ്ധീകരണമാണ്. തളിര്. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ചീഫ് എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണമാണ് തളിര്. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് തുറമുഖത്തെ കയറ്റുമതികളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥൻ? ഷാബന്ദർ കോയയാണ്. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് തുറമുഖത്തെ കയറ്റുമതികളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥനാണ് ഷാബന്ദർ കോയ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. സാന്താൾ ഏത് സംസ്ഥാനത്തെ ആദിവാസി വിഭാഗമാണ്? സാന്താൾ ജാർഖണ്ഡിലെയാണ്. ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗമാണ് സാന്താൾ. സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയത്? സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. സിനിമയുടെ ലോകം എന്ന കൃതി ആരുടേതാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ 70mm ചിത്രം? കേരളത്തിലെ ആദ്യത്തെ 70mm ചിത്രം പടയോട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ 70mm ചിത്രം പടയോട്ടം. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മിതിയിൽ സഹകരിച്ച രാജ്യം? കാനഡ. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മിതിയിൽ സഹകരിച്ച രാജ്യം കാനഡ. മിന്നൽ രക്ഷാകവചം കണ്ടുപിടിച്ചത്? മിന്നൽ രക്ഷാകവചം കണ്ടുപിടിച്ചത്
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ രക്ഷാ കവചം കണ്ടുപിടിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പാണ്. റബ്ബർ പാൽ കട്ടിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡ് ആണ്. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും വിളിച്ചിരുന്ന കേരളത്തിലെ നഗരം. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട്, ഹോംലി ഹോളണ്ട് എന്ന് വിശേഷിപ്പിച്ചത് ഡച്ചുകാരാണ്. ലിറ്റിൽ ലിസ്ബൺ എന്ന് വിശേഷിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിന്റെ അവശിഷ്ടങ്ങൾ ഏത് ജില്ലയിലാണുള്ളത്? ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് വില്യമിന്റെ അവശിഷ്ടങ്ങൾ തൃശൂർ ജില്ലയിലാണ്. തൃശൂർ. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ്. തൃശൂർ പൂരം. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്ക് ആണ്. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ബ്ലാക്ക് ബക്ക്. വടക്കു കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. വടക്കു കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പാർത്ഥസാരഥി കമ്മിറ്റി. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി പാർത്ഥസാരഥി കമ്മിറ്റി. ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം ലക്കം വെള്ളച്ചാട്ടമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ 5 അംഗ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പുന്നപ്ര വയലാർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ 5 അംഗ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത് AP ഉദയഭാനു ആണ്. AP ഉദയഭാനു. ഏറ്റവും വലിയ ധമനി ഏതാണ്? ഏറ്റവും വലിയ ധമനി അയോർട്ടയാണ്. ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ട. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്രയാണ്. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? ഹൈഡ്ര. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഏതാണ്? കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം ആണ്. അസ്റ്റിഗ്മാറ്റിസം. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം? ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ചത് 1972 ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം? രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1847. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം? ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ.
ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ. ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. കോർബറ്റ് നാഷണൽ പാർക്ക്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ്? കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് ആണ്. ഫോബോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ചൊവ്വയ്ക്കാണ്. ചൊവ്വ. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം. അണുസംഖ്യയും അണുഭാരവും തുല്യമായത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഇന്ത്യയുമായി നാവിക മാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം. ഇന്ത്യയുമായിട്ട് നാവിക മാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണം. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണം മഹാബലിപുരമാണ്. മഹാബലിപുരം. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ആദംസ് ബ്രിഡ്ജ് ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം എന്താണ്? ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാണ്. സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റാണ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത്? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയത് ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം. പാക് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? പാക് കടലെടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലെടുക്ക്. ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലറാണ്. എഡ്വേർഡ് ടെല്ലറാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്. ആദ്യ മലയാളി വനിതാ IAS ഓഫീസർ. ആദ്യ മലയാളി വനിതാ IAS ഓഫീസർ അന്ന രാജം ജോർജ് ആണ്. അന്ന രാജം ജോർജ് ആണ് ആദ്യത്തെ മലയാളി വനിതാ IAS ഓഫീസർ. അന്ന രാജം ജോർജ്. ആദ്യമായി ഒളിമ്പിക് നാളം ഏത് വർഷമാണ് തെളിയിച്ചത്? ആദ്യമായി ഒളിമ്പിക് നാളം ഏത് വർഷമാണ് തെളിയിച്ചത്? 1928 1928 ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ചത്. ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആർമി കുസേലയാണ്. ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആർമി കുസേല. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം 1896 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. 1896 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15 ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 15. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ടെക്സ്റ്റൈൽസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏതൊക്കെയാണ്? എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട്.
ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യ വിദേശികളാണ് അറബികൾ. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1933 ജാതി നാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ. 1933 ജാതി നാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനല്ലൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി OM നമ്പ്യാറാണ്. രാജീവ് ഗാന്ധി വധത്തിനു പിന്നിലെ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് അന്വേഷിച്ചത് ജെയിൻ കമ്മീഷൻ. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? സ്ഥായിയാണ്. ശബ്ദത്തിന്റെ കൂർമ്മതയെ സ്ഥായി എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയുള്ളത്? ചലച്ചിത്ര നടൻ മമ്മൂട്ടിയുടെ ആത്മകഥയുടെ പേര് ചമയങ്ങളില്ലാതെ. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ആറന്മുള പൊന്നമ്മ. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏതാണ്? സംഘസാഹിത്യം. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് ഭൗതിക ഭൂപടങ്ങൾ എന്നാണ്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാണ്. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ എന്നിവ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം എന്നിവയാണ്. കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് കഡസ്ട്രൽ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന
ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടം. ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ്. ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. കേരളത്തിൽ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരളത്തിൽ നാളികേര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം? വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഒരു ഉരുക്കു സൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി? ഒരു ഉരുക്കു സൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ്. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത്? കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂറാണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്റ്ററോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ആനമല വന്യജീവി സങ്കേതമാണ്. ആനമല വന്യജീവി സങ്കേതം. പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നിക്കലിൻ്റെ അയിരാണ്. നിക്കൽ. അവസാനത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ അവസ്ഥ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.